Prometric examsന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് മെറ്റേണിറ്റി. സോ മെറ്റേണിറ്റിയിൽ നിന്നും കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മൈ നെയിം ഈസ് വിജിത, നഴ്സ് ഇൻസ്ട്രക്ടർ അറ്റ് അഥീന കോച്ചിങ് സെന്റർ. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A community midwife is discussing the importance of antenatal care with a group of primigravida mothers who are in their first trimester. Which of the following long-term goal? So here you need to understand long-term goal of care need more emphasis. So the key point of this question is long-term goal. Okay, regarding what? Here the community midwife is discussing the importance of antenatal care with a group of primigravida. Who is primigravida? First time pregnant ആവുന്ന ഗ്രൂപ്പ് ആണ് primigravida. അപ്പോൾ primigravida ഉള്ള ഒരു പേഷ്യന്റ് അല്ലെ ഗ്രൂപ്പിന് ആന്റിനേറ്റൽ കെയറിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ലോങ് ടേം ഗോൾ, നോട്ട് ഷോർട്ട് ടേം, long term goal of care which need to be emphasized. Okay, അപ്പോൾ ഇതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്താണ്? ലോങ് ടേം ഗോൾ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇതിനകത്ത് ലോങ് ടേമിൽ എന്താണ് സെലക്ട് ചെയ്യേണ്ടത്. ഓപ്ഷൻ 1 സേസ് മിനിമൈസ് ദ ഹെൽത്ത് ഹസാർഡ്സ് ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ്. ഹെൽത്ത് ഹസാർഡ്സും റിസ്ക് ഫാക്ടറും മിനിമൈസ് ചെയ്യുക, കുറയ്ക്കുക. Okay, it can be preventing radiation and controlling medications, fine, proper diet. Okay, ഇതൊക്കെ ആയിരിക്കും ഇതിനകത്ത് വരിക. Second one, prepare psychologically for a parenthood. It is not for a long-term goal. It is like I have to accept, I need to prepare myself. ഇത് prepare psychologically for a parenthood എന്ന് പറയുന്നത് എപ്പോഴും ഷോർട്ട് ടേം ആണ്. You can just tell the parent that you need to prepare yourself. Okay, അപ്പോൾ അതിന് നമുക്ക് യൂഷ്വലി എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ലോങ് ടേം അല്ല, ഇറ്റ് ഈസ് ഷോർട്ട് ടേം ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് ഏതാ? ലോങ് ടേം ആണ്. തേർഡ് വൺ ഇസ് ഡിസ്കസ് ബർത്ത് പ്ലാൻ ആൻഡ് സ്പേസിംഗ്. ബർത്ത് പ്ലാൻ ആൻഡ് സ്പേസിംഗ്, ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്? ആന്റിനേറ്റൽ കെയറിനെ കുറിച്ചാണ് വേണ്ടത്. സോ ദിസ് ഇസ് ഡിസ്കഷൻ ഓഫ് ബർത്ത് പ്ലാൻ ആൻഡ് സ്പേസിംഗ് വിച്ച് ഇസ് പോസ്റ്റ്നേറ്റൽ നമ്മൾ പറയുന്നതാണ് അല്ലേ. ഇപ്പം ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ആന്റിനേറ്റൽ കെയർ ആണ് വേണ്ടത്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി വാട്ട് യു ക്യാൻ ഡു ഇസ് തേർഡ് വൺ യു ക്യാൻ സിംപ്ലി ക്രോസ്. ആൻഡ് വാട്ട് അബൌട്ട് ഫോർത്ത് വൺ? ഐഡന്റിഫൈ മോഡ് ഓഫ് ഡെലിവറി. മോഡ് ഓഫ് ഡെലിവറി ഐഡന്റിഫൈ ചെയ്യുക. അതും ആന്റിനേറ്റൽ കെയറിലല്ല, ഇറ്റ് വുഡ് ബി യൂഷ്വലി ഇൻക്ലൂഡഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രഗ്നൻസി. ഓക്കെ, നമ്മൾ പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ അല്ലെങ്കിൽ ജസ്റ്റ് പ്രഗ്നന്റ് ആയി കഴിയുമ്പോഴേ ഡെലിവറിയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമോ? ഇല്ല. അപ്പോൾ ഇതും you can just remove. So the applicable answer regarding this is either 1 or 2. Minimizing the health hazards and risk factor വേണോ, psychologically accepting വേണോ? Psychologically accepting could be short term. So long term would be first one, minimize the health hazards and risk factors. Okay, so നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ മീനിങ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി റോങ് ആൻസേഴ്സ് എലിമിനേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്യാം. ഓക്കെ, സോ യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീഡ് ദ ക്വസ്റ്റ്യൻ. മൾട്ടിപാരസ് വുമൻ ഇൻ ലേബർ. സോ എപ്പോഴും മെറ്റേണിറ്റിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ, മൾട്ടിപാരയാണോ, പ്രൈമിപാരയാണോ, പ്രൈമിഗ്രാവിഡയാണോ, മൾട്ടിഗ്രാവിഡയാണോ, അതെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ മൾട്ടിപാരസ് വുമൻ ഇൻ ലേബർ. cervical dilation was 7 centimeter. Cervical dilation, it was checked 7 centimeter. Fine. Who states that she feels the urge to move her bowel. ആ പേഷ്യന്റിന് എന്ത് തോന്നുവാണ്? she feels to urge to move the bowel. bowel അത് സ്റ്റൂൾ പാസ് ചെയ്യണം എന്നുള്ളൊരു തോന്നല്. പേഷ്യന്റിന്റെ cervical dilation, it was not now 7. Okay, നേരത്തെ ചെയ്തത് 7 ആണ്. Which of the following is the best nursing action? Out of this, which one is the best nursing action? The best.
Okay. Option 1 says, let the woman go to the bathroom. Second, allow the woman to use bedpan, perform vaginal examination, and assess the fetal heart rate. So, there are two basic wrong answers. Almost dilation is 7 centimeter, not now. Previously, it was 7 centimeter. That means the patient is in active stage of labor. Okay. Active stage is like the duration of active stage is always shorter. Pettannu active stage complete out. Okay. Then next is transition stage, where the cervical dilation reaches to 10. Okay. So it can happen immediately. മനസ്സിലാവുണ്ടോ? അപ്പോൾ അത് ബേസിക്കലി ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. അത് പെട്ടെന്ന് തന്നെ എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? അത് മോർ ദാൻ 7, 8, 9, 10 ആയിട്ട് പെട്ടെന്ന് മാറാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. And the urge to move her bowel, it is indicating the fetal head. Sometimes it would be compressing or fetal head is coming down. So continuous ആയിട്ട് descent നടക്കുകയും fetal head താഴോട്ട് വന്നിട്ട് ബർത്ത് കനാലിൽ വന്ന് ഇരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവണേ. ഓക്കെ, സോ യു ഹാവ് ടു കൺസിഡർ cervical dilation as 7. Not now, it was fine. And this particular urge to move bowel, that is also indicating that almost the presenting part is at the birth canal. So you should not allow the patient to move to washroom. No, because when they move, you are simply putting the patient in a unsafe situation. വാഷ്റൂമിൽ ചെന്നിട്ട് പേഷ്യൻ്റ് ഇരുന്ന് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ കുഞ്ഞ് പുറത്ത് വരണേ. സോ വിച്ച് ഇസ് റോങ് ആണ്. Allow the woman to use bedpan, that is also wrong. Okay. Now perform vaginal examination so that you can see whether the presenting part is present in the vagina. Crowning started ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. Assess fetal heart rate, that is also important thing. So what is the better thing? ഏറ്റവും ബെറ്റർ ഏതാണ്? ഫീറ്റൽ ഹെഡ് ബർത്ത് കനാലിൽ എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ക്രൗണിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുവാണ് better priority one. So the answer is perform vaginal examination. Clear? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. A client in the second stage of labor is unable to push and lack to bear down. So where is the patient right now? Patient is in second stage of labor, where the cervical dilation is 10 centimeter, that is full cervical dilation, is unable to push and lack to bear down. Bear down ചെയ്യാനും പറ്റുന്നില്ല, push ചെയ്യാനും പറ്റുന്നില്ല. And what is the most appropriate next step? Next stepൽ ഇവരെന്താണ് ചെയ്യേണ്ടത്? Okay, yeah, assess the fetal descent. That means you need to make sure that the fetus is coming down, descent is coming down. Okay, അപ്പോൾ കുഞ്ഞ് താഴോട്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. Second is infuse IV fluid. See, IV fluid, it is not going to solve this problem, so I can remove this. Empty the client's bladder. Yes. Administer oxygen. I don't feel like oxygen is required here. Okay, അപ്പോൾ ഇവിടെ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ ആണ്, where the delivery should happen here. And unable to push and lack to bear down. പുഷ് ചെയ്യാനും പറ്റുന്നില്ല, അവർക്ക് പ്രോപ്പർ ആയിട്ട് bear down ചെയ്യാനും പറ്റുന്നില്ല. Okay, so the patient is not able to push. Okay, it would be sometimes because the fetal head has not reached in the birth canal. അപ്പോൾ ഇതിന്റെ കാരണം കുഞ്ഞിന്റെ തല ബർത്ത് കനാലിൽ വരാത്തതായിരിക്കാം. Not sure, ആയിരിക്കാം. Okay, so what is the appropriate next step? You should assess that where is the fetal head. Either per vaginal examination or by performing doing like Doppler fetal heart rate. Fetal heart rate check ചെയ്യുമ്പോൾ when the fetal heart rate position is coming down and down and down, which is indicating that location, when it is coming down, it is indicating fetal head is continuously coming down or fetal heart is coming down. Okay, അപ്പോൾ fetal heart rate ന്റെ ലൊക്കേഷൻ മാറി വരുവാണെങ്കിൽ അത് ഡിസെൻറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. രണ്ട്, പെർവജനൽ എക്സാമിനേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റേഷൻ നോക്കി കഴിയുമ്പോഴും എന്ത് ചെയ്യാം? ഫീറ്റൽ ഡിസെന്റ് അറിയാം. അപ്പോൾ ബെറ്റർ വൺ ഇസ് ഫീറ്റൽ ഡിസെന്റ്. ഓക്കെ,
don't get confused with the emptying the bladder. See, when bladder is full, bladder full ആണെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? It alters the uterine contraction. Bladder full ആണെങ്കിൽ uterine contraction altered ആവും. മനസ്സിലാവുണ്ടോ? ബ്ലാഡർ ഫുൾ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? യൂട്രൈൻ കൺട്രാക്ഷൻ ഓൾട്ടേർഡ് ആവുന്നു. ഇവിടെ കൺട്രാക്ഷനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഫുൾ ബ്ലാഡർ ഹിൻഡേഴ്സ് യൂട്രൈൻ കൺട്രാക്ഷൻ. സോ ബ്ലാഡർ, ഇഫ് ഇറ്റ് ഈസ് ലൈക് ബ്ലാഡർ ഈസ് ഫുൾ, എംപ്റ്റിയിങ് ദ ബ്ലാഡർ ഈസ് ഇമ്പോർട്ടൻറ്റ്. ബട്ട് ഹിയർ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഒരു കൺട്രാക്ഷനെ കുറിച്ചിട്ടുള്ള കാര്യം പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ബെറ്റർ ആൻസർ ഇസ് ഫസ്റ്റ് വൺ, അസസ് ദ ഫീറ്റൽ descent. So this is all about a question. So in the coming video, ഇനിയും മുന്നോട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോ ആയിട്ട് ഉറപ്പായിട്ട് നമുക്ക് ഇനിയും മീറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, അതിൻ്റെ മീനിങ് മനസ്സിലാക്കുക, എന്നതിന് ശേഷം അതിൽ നിന്നും റിലേറ്റഡ് ആവാത്ത ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് റിമൂവ് ചെയ്യാം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസുമായിട്ട് നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് വറി ആവണ്ട. ഈ രണ്ട് ഓപ്ഷൻ, ആ ഓപ്ഷനിൽ നിന്നും ആൻസർ സെലക്ട് ചെയ്യാൻ എപ്പോഴും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കുമ്പം അതിനകത്ത് എപ്പോഴും ഒരു കീ പോയിന്റ്സ് ഉണ്ടാവും. ആ കീ പോയിന്റ്സ് ഉറപ്പായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഈ രണ്ട് കൺഫ്യൂസിങ് ആൻസറിൽ നിന്നും ഏത് ആൻസർ സെലക്ട് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്തുമാത്രം ചെയ്യുന്നോ, എന്തുമാത്രം കുറേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലല്ല, നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടന്റ് നമുക്ക് മനസ്സിലാക്കി ചെയ്യുന്നതിലാണ് കുറച്ചും കൂടെ ലൈക്ക് ഔട്ട്പുട്ട് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ചിലപ്പോൾ 1000 ക്വസ്റ്റ്യൻസ് ചെയ്തു, 2000 ക്വസ്റ്റ്യൻസ് ചെയ്തു, അതിൻ്റെ കണ്ടന്റ് മനസ്സിലാക്കാതെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെങ്കിൽ ആ സെയിം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് വന്നാലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, അത് തെറ്റിപ്പോവും. ഓക്കെ, അപ്പം ഇതെപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പം ഞാൻ സാധാരണ ഓഫ്ലൈനിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, ഓഫ്ലൈനിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കുറേ അധികം ക്വസ്റ്റ്യൻസ് ചെയ്യുമല്ലോ, എന്നിട്ട് എക്സാമിന് തൊട്ട് മുമ്പ് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യിപ്പിക്കും. മോക്ക് ടെസ്റ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻസ് ചെയ്തതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു എക്സാം പോലെ കണ്ടക്ട് ചെയ്യിക്കും. അപ്പം അങ്ങനെ അവർക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യനിലേക്ക് ഒരു എക്സാം സെറ്റ് ചെയ്യുന്നു, അവരോട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറയുന്നു. അപ്പോൾ എല്ലാം നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കുമേ. അപ്പം നല്ല മാർക്കും ഉണ്ടാവും. പക്ഷേ അന്ന് ആ ഫസ്റ്റ് ടൈമിൽ ചെയ്തപ്പം അതിനകത്ത് ശരിയായിട്ടുള്ള ആൻസേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഈ ലാസ്റ്റ് മോക്ക് ടെസ്റ്റിൽ തെറ്റിയിട്ടുണ്ടാവും. മനസ്സിലായോ? എന്നാൽ അതിന് മുമ്പ് തെറ്റിയ ആൻസേഴ്സ് ഒന്നും നമ്മളുടെ തെറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റിയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ നമ്മൾ രണ്ടാമത് റീകളക്ട് ചെയ്തു, രണ്ടാമത് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ചെയ്തു, കണ്ടന്റ് അറിയില്ലാത്തത് കണ്ടന്റ് പഠിച്ചു. അപ്പം നമ്മളുടെ മനസ്സിലുണ്ട്. ചിലതുണ്ടല്ലോ നമുക്ക് കണ്ടന്റ് വലിയ പിടുത്തമില്ല, പക്ഷെ എന്നാൽ ഏകദേശം ഈ ചക്ക വീണ് മൊയിൽ ചാവുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, കറക്കി കുത്തി ശരിയാവുന്നത്, അങ്ങനെ ശരിയായിട്ടുള്ളത് പിന്നീട് വരുമ്പോഴത്തേക്കും തെറ്റും. അപ്പം ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും, എത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് എപ്പോഴും ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. ആ ക്വസ്റ്റ്യൻ്റെ കണ്ടന്റ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, ആ ക്വസ്റ്റ്യൻ എക്സാക്ട്ലി എന്താണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓർത്തിരുന്നാൽ ഈസി ആയിട്ട് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ഓൾ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.